ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ SSC CGLൻ്റെ Tier 1 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് Tier 2 എക്സാമിൻ്റെ ഡേറ്റും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റത്തെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3rd week of January എന്നാണ്. അത് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് 3rd week of January. അതിന് കൃത്യമായിട്ട് ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ എങ്ങനെയാണ് ഈ ലാസ്റ്റ് 1 month ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കൃത്യം ഒരു മാസം നമുക്കിനി ഉള്ളൂ, ആ ഒരു 1 month എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചെറിയൊരു വീഡിയോ കേട്ടോ. വലിയൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇന്ന കാര്യം തന്നെ ഫോളോ ചെയ്യണം, ഈ ഒരു മാസം നിങ്ങൾ ഇന്ന കാര്യം തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ വഴിതെറ്റിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവസാനത്തെ 1 month ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയുന്നത് മാത്രം. നമ്മളൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് അവസാന നിമിഷങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്, എന്തൊക്കെയായിരുന്നു ചെയ്യാൻ പാടില്ലാത്തതുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി തന്ന് നിങ്ങൾ ഡെയിലി ഇങ്ങനെ തന്നെ ചെയ്യണം എന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നോട്ടീസ് ഒന്ന് നോക്കാം. ഡേറ്റ് വന്നിട്ടുണ്ട്. ഡേറ്റ് വന്നത് ഓക്കെ ജനുവരി 2018-19. ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നോക്കിയേ ഈ മെയിൻ ടോപ്പിക്സുകൾ ഒരു ദിവസം നടക്കും. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും പേപ്പറുകളൊക്കെ രണ്ടാമത്തെ ദിവസമായിരുന്നു നടക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. നോക്കിയേ ഈ മാത്സ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ നോളജ് ടോപ്പിക്കുകളൊക്കെ നടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അന്ന് തന്നെ നടക്കുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ. ഇത് നമ്മൾ വായിച്ചെടുക്കണം കേട്ടോ. SSCൻ്റെ പുതിയ ഭയങ്കര സ്പെല്ലിംഗ് നോക്കിയാൽ സ്റ്റാറ്റിസ്റ്റിക് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഊഹിച്ചെടുക്കുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ 2 അന്ന് തന്നെ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കിൽ ടെസ്റ്റ്, അതായത് സാധാരണഗതിയിൽ ഈ എക്സാം കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് അടുത്ത ദിവസവും സ്കിൽ ടെസ്റ്റ് സെയിം ഡേ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സെയിം ഡേ, സ്കിൽ ടെസ്റ്റ് ആണ് നെക്സ്റ്റ് ഡേ. അതായത് നിങ്ങൾ 2 ദിവസം ഇതിന് വേണ്ടി കളയേണ്ട ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ആളുകൾ 18-ാം തീയതിയും 19-ാം തീയതിയും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകും. സാധാരണഗതിയിൽ ഒരു ദിവസം കൊണ്ടൊക്കെ പരീക്ഷ തീരാറുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പറുള്ളവർ മാത്രമാണ് അടുത്ത ദിവസം പോയിട്ട് പരീക്ഷ എഴുതുന്നത്. പക്ഷേ ഇതിപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ 2 ദിവസം പോയിട്ട് എവിടെയാണ് നിങ്ങൾക്ക് സെൻറ്റർ കിട്ടുന്ന അവിടെ 2 ദിവസം നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കിയേ, സാധാരണഗതിയിൽ ഈ JSO പേപ്പറിൻ്റെ സ്റ്റാറ്റി പേപ്പർ ക്ലിയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാറില്ല, മിക്കവാറും ആളുകളും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പരീക്ഷ എഴുതാൻ പോകാറില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസം കഴിയണം, പിറ്റേ ദിവസം വീണ്ടും പോയിട്ട് വേണം പരീക്ഷ എഴുതാൻ. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആ ക്വാളിഫൈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് അന്നേ ദിവസം തന്നെയാണ് പരീക്ഷ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ പരീക്ഷ എഴുതാതെ ഇരിക്കരുത് കേട്ടോ. നമുക്കറിയാം JSO എന്നൊക്കെ പറഞ്ഞാൽ ലെവൽ 6 നല്ലൊരു പോസ്റ്റാണ്. നിങ്ങൾ ഈ ലെവൽ 5 ലെവൽ 4 പോകുന്നതിനേക്കാൾ നല്ല ലെവൽ 6 നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അതിൽ നിങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുക. സ്റ്റാറ്റി ഒന്നും നോക്കാതെ പോയി എഴുതിനേക്കാളും നല്ലത് എന്തെങ്കിലും നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു 8 to 10 hours ഉള്ള ഒരു ക്ലാസ് നമ്മുടെ SSC മലയാളി ആപ്ലിക്കേഷനിലുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളത് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യുക. ജസ്റ്റ് 99 rupees ഉള്ളൂ, 99 രൂപ. അതായത് നിങ്ങൾക്ക് വെറുതെ ആ കോഴ്സ് തന്നു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ 99 രൂപ ആഡ് ചെയ്തതാണ്. അപ്പോൾ 99 രൂപ നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാം. കൃത്യമായി മൊഡ്യൂൾ വൈസ് ഒരു 8 to 10 hours ക്ലാസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് പോകുന്നതിന് മുമ്പ് ആ ക്ലാസ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് ഒന്ന് കണ്ടിട്ടെങ്കിലും പോവുക. കാരണം പലപ്പോഴും പല ആളുകൾക്കും ഈ നമ്മുടെ പരീക്ഷകൾക്ക് മാർക്ക് കുറയുമ്പോൾ ആ മാർക്കും JSOൻ്റെ അല്ല സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്കും കൂടെ വെച്ചിട്ട് ചിലപ്പോൾ JSO പരീക്ഷകൾ പല ആൾക്കാരും ക്വാളിഫൈ ആവാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയാണ് ക്വാളിഫൈ ആയത്, അതുകൊണ്ടാണ് നിങ്ങൾ JSO ലിസ്റ്റിൽ വന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, JSOൻ്റെ പേപ്പറും കൂടെ മെയിനായിട്ട് കാര്യം പറയുന്നത്, പല ആൾക്കാരും JSO ക്വാളിഫൈ ആയെന്ന് കണ്ടപ്പോഴേക്കും അയ്യോ ഇനി JSO കുറേ കാലം നോക്കാമെന്ന് വെച്ച് പഠിക്കുന്ന ആളുണ്ട്. അതും ചെയ്യരുത്, അതും മണ്ടത്തരമാണ് കേട്ടോ. ഇനി JSO അങ്ങ് കുറേ നോക്കിയിട്ട് പോകാം, അത് ചെയ്യരുത്. JSOൻ്റെ അത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരുപാട് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അതിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ. ചില ആൾക്കാർ JSO മാത്രമേ എലിജിബിൾ ആയിട്ടുണ്ടാവുള്ളൂ, കാരണം 32 ഏജ് ഒക്കെ ആളുകളുണ്ടാവും. അല്ലാത്തവരെന്ത് ചെയ്യുക, JSO ജസ്റ്റ് ഓവറോൾ, അതായത് നമ്മൾ ബേസിക് സ്റ്റാറ്റിക്സ് അല്ല പേപ്പറിൽ ചോദിക്കാറുള്ളത്, കുറച്ച് ഹൈ ലെവൽ സ്റ്റാറ്റിക്സ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. കാരണം അത്ര മനസ്സിലാവാത്ത സംഭവം ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് മാത്സ് ഒക്കെ അത്യാവശ്യം അറിയുന്ന ഒരാൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് നോക്കിയിട്ട് പോയാൽ നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50-60 കിട്ടുന്നത് ചിലപ്പോൾ 100ൻ്റെ മുകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ 100+ മാർക്കും ബാക്കിയുള്ളതിന് മാർക്ക് കൊണ്ട് ചേരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ JSOൻ്റെ പേപ്പർ ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്വാളിഫൈ ആയിട്ടുള്ള ആളുകൾ ഇപ്രാവശ്യം നിങ്ങൾ രണ്ടാമത്തെ ദിവസം അതിന് പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ആ പരീക്ഷ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഈ ക്ലാസ് ഒന്ന് കണ്ടിട്ട് പോയി. ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് പോവുക കേട്ടോ. കണ്ടിട്ട് പോകാമെന്ന് ഉദ്ദേശിച്ചത് അതിന് മാത്രം ഇരിക്കാനല്ല, സമയം വേസ്റ്റ് ആക്കാതെ. അപ്പോൾ ഇതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പരീക്ഷ ക്വാളിഫൈ ആളുകൾ എഴുതുക കേട്ടോ. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററും JSO പോസ്റ്റ് രണ്ടും ഉണ്ട്. അതിന് ഈ പേപ്പർ നിർബന്ധമാണ്. ഓക്കെ, ലാസ്റ്റ് പിന്നെ പരീക്ഷ കഴിഞ്ഞിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആർക്കെങ്കിലും നമ്മളിവിടെ കാലിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തുള്ള വരാൻ പറ്റുന്ന ആളുകൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ വേണമെന്നുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യും കേട്ടോ. ഓൺലൈൻ മാത്രമേ 99 rupees ഫീസ് ഉള്ളൂ. ഓഫ്ലൈൻ വരുന്ന കുട്ടികൾ ഞാനൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഓൾറെഡി ഫില്ല് ചെയ്ത ആൾ ഫില്ല് ചെയ്യേണ്ട, അല്ലാത്ത ആളെ ഫില്ല് ചെയ്യുക, നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നാണോ നിങ്ങൾ പറ്റുന്നൊരു ഡേറ്റ്, കാരണം ജനുവരി 18 പരീക്ഷ, അതിന് മുമ്പ് പറ്റുകയാണെങ്കിൽ ജനുവരി 1st വീക്കോട് കൂടി ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഓഫ്ലൈൻ ക്ലാസ്സും നമ്മൾ മിസ്സിന് വെച്ചിട്ട് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം ഓൾറെഡി കുറേ ആൾക്കാർ ഫില്ല് ചെയ്തിട്ടുണ്ട്, ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക, നിങ്ങളിവിടുന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. വെറുതെ പോയിട്ട് എഴുതുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. ഓൺലൈൻ ദൂരെയുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് മതിയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് 99 rupees കോഴ്സ് ഉണ്ട്, പോയിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ നോക്കിയാൽ സ്കിൽ ടെസ്റ്റ് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ സ്കിൽ ടെസ്റ്റ് ഒരു 15 മിനിറ്റിൻ്റെ സ്കിൽ ടെസ്റ്റിന് വേണ്ടി മാത്രം നിങ്ങൾ രണ്ടാമത്തെ ദിവസം ഒന്ന് പോകേണ്ട സിറ്റുവേഷൻ എസ്എസിൻ്റെ ഓരോ പരിഷ്കാരങ്ങളാണ് കേട്ടോ. ഈ 15 മിനിറ്റിന് വേണ്ടി മാത്രം നിങ്ങൾ രണ്ടാമത്തെ ദിവസം പോകേണ്ടി വരും. ഇതെന്തെങ്കിലും മാറ്റം വരുമോ അറിയില്ല കേട്ടോ. കാരണം ഇതിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഉദ്ദേശം തന്നെയാണോ മാറിപ്പോയതാണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഇങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിന് വിശ്വസിക്കാം. 18-ാം തീയതി ഇന്നിപ്പോൾ നമുക്ക് 20-21 ഡേറ്റ് ആയി. അടുത്ത 18 കൃത്യം ഒരു മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമുക്കറിയാം എപ്പോഴും പരീക്ഷേൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ദിവസങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷയിൽ നല്ല മാർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും അവസാനത്തെ ദിവസം. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് അലേർട്ട് ആവും. അപ്പോൾ നിങ്ങളോട് പഠിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്, പക്ഷെ ഒന്നും കൂടെ ഒന്ന് അലേർട്ട് ആവുക. അതായത് നിങ്ങളുടെ സ്റ്റഡി ടൈം ഹവേഴ്സ് കൂട്ടുക. ഹവേഴ്സ് ഇപ്പോൾ നിങ്ങൾ 6, 8, 10 മണിക്കൂറാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് കൂട്ടുക കേട്ടോ. നിങ്ങളിപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഈ ഒരു മാസത്തേക്ക് എന്ത് ചെയ്യുക, ആ ജോലിയൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ വേറെ കാര്യം കൃത്യമായിട്ട് ഉറങ്ങുക, നന്നായിട്ട് ഉറങ്ങുക, ഹെൽത്തൊക്കെ നോക്കുക. ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാതെ വെറുതെ ഇരുന്ന് ഉറങ്ങാതെ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചുകൊണ്ട് അതും ചെയ്യരുത്. അതും നിങ്ങളെ നെഗറ്റീവായിട്ട് വരും. കൃത്യമായിട്ട് നന്നായിട്ട് 8 മണിക്കൂർ ഡെയിലി ഉറങ്ങുക. ബാക്കിയുള്ള 16 മണിക്കൂറിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി 2-3 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഒരു 13 to 14 hours ഡെയിലി നിങ്ങൾ പഠിക്കുക. അതായത് സ്റ്റഡി ടൈം എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടുക. അതായത് നിങ്ങൾ ഉറക്കത്തിന് സമയം മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി മാറ്റി. കാരണം ഒരു മാസം ബാക്കിയുള്ളൂ. ആ ഒരു മാസം വളരെ നല്ല രീതിയിൽ എത്രത്തോളം സമയം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ പഠിക്കുക. അതെങ്ങനെ നിങ്ങൾ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി അങ്ങോട്ട് നിങ്ങൾ ഡെയിലി ഒരു 2 ഫുൾ മോക്ക് ടെസ്റ്റുകളും 2 സെക്ഷനും വെച്ച് ഇനി അങ്ങോട്ട് ഡെയിലി എഴുതുക കേട്ടോ. 2 ഫുൾ മോക്കും 2 സെക്ഷനുകളും തന്നെ എഴുതുക. കാരണം സെക്ഷനിലൊക്കെ നമ്മൾ സെക്ഷൻ 1 ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. സെക്ഷൻ 1 ഒരു 2 ടെസ്റ്റ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മോക്കിന് 4 മണിക്കൂറും സെക്ഷൻ 2 എഴുതുമ്പോൾ 6 മണിക്കൂർ അങ്ങനെ തന്നെ പോകും. അതിൻ്റെ അനാലിസിന് ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ. ബാക്കിയുള്ള 5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി നിങ്ങളുടെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനും ഉപയോഗിക്കുക. 5-6 മണിക്കൂർ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനും 8 മണിക്കൂർ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. സ്ഥിരമായിട്ട് ഡെയിലി ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഡെയിലി രാവിലെ തന്നെ ഒരു ടെസ്റ്റ് എഴുതുക. കാരണം രാവിലെ ആയിരിക്കും നമുക്ക് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ഡെയിലി രാവിലെ 9 to 9:30 സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അങ്ങനെ അത് നിങ്ങൾ ഇനി അങ്ങോട്ട് ഒരു റെഗുലറായിട്ട് ചെയ്യുക കേട്ടോ. കാരണം വല്ലപ്പോഴും ഇതിന് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇനി പരീക്ഷയാണ് വരുന്നത്. പരീക്ഷ എങ്ങനെ എഴുതണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയണം. അപ്പോൾ അതിനെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡെയിലി ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ 2 ഫുൾ ടെസ്റ്റുകളും 2 സെക്ഷൻ 1 ടെസ്റ്റും ടോട്ടൽ ഒരു 4 ടെസ്റ്റ്, അതായത് 6 മണിക്കൂർ നിങ്ങൾ 4 ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. പലപ്പോഴും നമ്മൾ ടോപ്പേഴ്സിനെ കേൾക്കാറുണ്ട്, Tier 2 ഒക്കെ ചില ആൾക്കാർ ഡെയിലി 3-4 പണ്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ പല ആൾക്കാർ നമ്മുടെ ഇന്റർവ്യൂലൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് റെസ്റ്റ് എടുക്കാനോ വെറുതെ കളയാനോ നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, പഠിത്തം മാത്രമായി പോരുത്, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളും സൂക്ഷിച്ചിട്ട് വേണം പഠിക്കാൻ കേട്ടോ. അപ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഓരോ ടോപ്പിക് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് റീസണിങ്ങിൻ്റെ പറയാം. റീസണിങ് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ സെക്ഷൻ ടെസ്റ്റ് ചെയ്താൽ തന്നെ മതി. എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്ത് പോകാനല്ലാതെ വേറെ അങ്ങനെ എക്സ്ട്രാ ഒരു റീസണിങ്ങിന് വേണ്ടി ഒരുപാട് സമയം കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. പിന്നെ അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് ആണ്. അത് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാനും പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സ് നിങ്ങൾ കൂടുതൽ പുതിയ കാര്യങ്ങളൊന്നും ഇനി പഠിക്കാൻ പോകരുത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന മെത്തേഡൊക്കെ മാറ്റിയിട്ട് പുതിയൊരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇനി നോക്കരുത്. നിങ്ങൾ ഓൾറെഡി ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ പോവുക. കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ അഡ്വാൻസ് മാത്സിലൊക്കെ മെയിനായിട്ട് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ട് ഇരുന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇത് മാത്രം ചെയ്താൽ മതി. പുതുതായിട്ടൊരു ടോപ്പിക്കും നിങ്ങൾ ഇനി പഠിക്കാൻ പോകണ്ട. നിങ്ങൾ ഓൾറെഡി പിന്നെ പല ആൾക്കാരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ പുതിയ വെണ്ടറല്ലേ, ആകെ ടൈപ്പ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആകെ മാറിയില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ പാറ്റേൺ മാത്സിനൊരു മാറ്റവും വന്നിട്ടില്ല. മാത്സ് എങ്ങനെയാണോ ഇത്രയും കാലം ചോദിച്ചത് അതുപോലെ തന്നെയാണ് ചോദിക്കും. ആ ഫസ്റ്റ് സെലക്ഷൻ പോസ്റ്റിന് മാത്രം കുറച്ച് നല്ലൊരു സ്റ്റാറ്റിനും പ്രോബിലിറ്റി കുറച്ച് ചോദ്യം വന്നു എന്നല്ലാതെ ഈ CGL-ന്റെ CSL പേപ്പർ നോക്കി ഒരു മാറ്റം വന്നിട്ടില്ല. TCS-ലേക്ക് എങ്ങനെയാണ് ചോദിച്ചത് അതേ പാറ്റേൺ അതേ ടൈപ്പ് ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ CGL-ന്റെ പ്രിലിംസിൻ്റെ ചോദ്യ പേപ്പർ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അത് മാത്സ് മാത്രമല്ല, എല്ലാത്തിൻ്റെ കംപ്ലീറ്റ് ചോദ്യ പേപ്പർ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK കംപ്ലീറ്റ് ഒന്ന് ചെയ്യുക. ഈ ഒരു 40-45 ഷിഫ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഓടി ചെയ്തു. മാത്സ് ഒക്കെ വളരെ സിമ്പിളാണ്. നല്ല ചില ടഫ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക. കാരണം ഇവർ നടത്തിയ പരീക്ഷേൻ്റെ തൊട്ട് മുമ്പത്ത് നമ്മുടെ മുമ്പിലുള്ള CGL-ഉം CHL-ഉം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു CPO-യും സെലക്ഷൻ പോർഷൻ. മെയിനായിട്ട് CGL-ഉം എന്ത് ചെയ്യുക, മെയിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ CGL എങ്കിലും അറ്റ്ലീസ്റ്റ് പരീക്ഷ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവുക. കാരണം പലപ്പോഴും ഇപ്പോൾ നമ്മൾ കേട്ടു CGL-എന്നൊക്കെ ചോദിച്ച പല ക്വസ്റ്റ്യനും CHS-ൽ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കേട്ടു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് GK ഒക്കെ റിപ്പീറ്റ് ചെയ്താൽ അത്രയും ഗുണമല്ലേ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പോകും. അപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുന്നത്, മാത്സ് എന്ത് ചെയ്യുക, നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കാൻ കണ്ടത് പല ആളുകളും ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബിലിറ്റി രണ്ടും Tier 2 ചോദിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ അതൊരുപാട് അങ്ങ് പഠിച്ച് കളയാമെന്ന് വിചാരിക്കുന്നത് നിങ്ങളത് ചെയ്യരുത് കേട്ടോ. കാരണം നമുക്ക് ഒരു ചോദ്യമൊക്കെ വരുന്നതിന് നമ്മൾ വളരെ ഡീപ്പായിട്ട് പോയി പഠിക്കുന്നു. സ്റ്റാറ്റിക് പ്രോബിലിറ്റി ഒരു ഓവറോൾ നമ്മളൊരു നല്ലൊരു ബേസിക്സ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് നമ്മളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കണം. പക്ഷേ അതിന് അങ്ങോട്ട് ഡീപ്പായിട്ട് മാത്സ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ. നിങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞു, ഇനി ഒന്നും പഠിക്കാനില്ല തോന്നുന്ന സമയത്ത് വേണം നിങ്ങൾ പഠിച്ചോ. അതല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഡീപ്പായിട്ട് പുതിയ കാര്യങ്ങൾ ഇനി പഠിക്കാൻ പോകരുത്. സ്റ്റാറ്റിക് നിങ്ങൾ ഓൾറെഡി മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, പിന്നെ ഒരു ടേബിളർ ഫോമിലൊക്കെ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി ബേസിക്സ് പഠിച്ചിട്ടുണ്ടാവും.
അത് മതി. അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ നമ്മൾ സെലക്ഷൻ പോസ്റ്റിന് അങ്ങനെ ചോദിച്ചു, സെലക്ഷൻ പോസ്റ്റിന് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സെലക്ഷൻ പോസ്റ്റിന് ചോദിച്ചത് ഓൾറെഡി നമ്മൾ അന്ന് നമ്മളെല്ലാവരും കൂടെ പേടിച്ച് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഒരു കാര്യം ചെയ്യരുത്, നമ്മൾ പഠിക്കാൻ പോകണ്ട. പ്രോബിലിറ്റി അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ട് ഇറങ്ങാൻ വേണ്ട, ഓവറോൾ മാത്രമായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മാത്സ് കുറെ ഇമ്പ്രൂവ് ആവും. പിന്നെ റെഗുലറായിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ഈ റിവൈസ് ചെയ്യുക. അതായത് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട്, പ്രത്യേകിച്ച് ജോമെട്രിയിലൊക്കെ ഒരുപാട് കൺസെപ്റ്റ് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു ഹാൻഡ് ബുക്ക് ഒക്കെ ഉണ്ടാവും അല്ലേ, നിങ്ങൾ ഹാൻഡ് ബുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ ബുക്ക് ഒക്കെ ഉണ്ടാവും, അതൊക്കെ റെഗുലറായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പുതുതായിട്ട് ഒരു കാര്യവും നിങ്ങൾ ഇനി പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ഒരു മെത്തേഡ് ഈ ഒരു സമയത്ത്, ഈ ഒരു അവസാന നിമിഷത്തിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ല മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. പക്ഷേ ഈ ഒരു അവസാന നിമിഷം കൊണ്ടിട്ട് അത് ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് അതും ഇതും ഇല്ലാത്തൊരവസ്ഥയും. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ചേഞ്ച് ചെയ്തോ. പക്ഷേ ഈ പരീക്ഷയ്ക്ക് അവസാന നിമിഷത്തിൽ പോയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡും ചെയ്ത്, പിന്നെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡ് പല ആളുകളും കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിരിക്കും, പക്ഷേ കാൽക്കുലേഷൻ സ്പീഡ് വളരെ വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു 1 മന്ത് എന്ത് ചെയ്യുക, വെറുതെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടി കാൽക്കുലേഷൻ ഡ്രില്ലുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേറെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ഡെയിലി ഓരോ നമ്പർ എടുത്തിട്ട് അങ്ങനെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇതിന് വേണ്ടി മാറ്റി വെച്ച് എന്ത് ചെയ്യുക, ഡെയിലി കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മാസം കൊണ്ടൊക്കെ എന്തായാലും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ആയാൽ തന്നെ മാത്സിന്റെ ഏകദേശം തീർന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം കാൽക്കുലേഷൻ ആണ് മാത്സ്. പലപ്പോഴും നമ്മൾ കാൽക്കുലേഷൻ വീക്ക് ആയതുകൊണ്ട് ബാക്കിലോട്ട് പോകുന്ന ആളുകളാണ്. കൺസെപ്റ്റ് ഒക്കെ മാത്സിലെല്ലാം പക്കയായിരിക്കും, തിയറി ഒക്കെ അറിയായിരിക്കും, പക്ഷേ കാൽക്കുലേഷൻ എത്തുമ്പോൾ നിങ്ങൾക്ക് അത്ര സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ അത് വളരെ വലിയ പ്രശ്നമാണ്. അപ്പോൾ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റീസണിങ് നോക്കി, മാത്സിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇംഗ്ലീഷ് കാര്യമായിട്ട് പുതിയ ഒരു എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ വന്നപ്പോൾ കാര്യമായിട്ട് മാറ്റം വന്ന ഒരു ഏരിയ ആണെന്ത്, ഇംഗ്ലീഷ്. പണ്ട് നമ്മൾ ചോദിച്ച പോലെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ടിയർ 2 135 വാങ്ങി ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ടിയർ 1 50 ഇംഗ്ലീഷിന് വളരെ ചുരുക്കം പേർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതേ ടൈപ്പ് ചോദ്യം നമ്മൾ ടിയർ 2 പ്രതീക്ഷിക്കുകയാണെങ്കിൽ 135 ഒന്നും കിട്ടൂല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 135 കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി അത് റെഡിയാക്കാൻ നോക്കും. വൊക്കാബുലറിന്റെ മുകളിൽ ഒരുപാട് സമയം ഇങ്ങനെ കളയുന്നതിന് പകരം നിങ്ങൾ ഇപ്പോൾ ഗ്രാമറൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച് ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന മറ്റേ ഇന്നത് കണ്ടാൽ ഇന്നത് കൊടുക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല, നമ്മൾ ഫിലിംസിന് കണ്ടതാണ്. അപ്പം എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക. നമ്മൾ ആരും മിസ്സിൻ്റെ ഒക്കെ ഡെയിലി പവർ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രേസുകൾ, കാര്യങ്ങൾ, റിപ്പോർട്ട് സ്പീച്ചൊക്കെ മറ്റേ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പ്രിലിംസിനൊന്നും ചോദിച്ചത്. അപ്പോൾ പിന്നെ മെയിൻസിന് നമ്മൾ പറയണ്ടല്ലോ, നമ്മൾ ആ ഒരു നല്ല രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്ത് പോകുക. കാരണം ഏറ്റവും കൂടുതൽ മാറ്റം അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മാറിയത് മാത്സിനെക്കാളും റീസണിനെക്കാളും ജിക്കെക്കാളും കൂടുതൽ മാറിയത് ഇംഗ്ലീഷാണ്. അത് കുറച്ച് ലെവൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ലെവൽ കൂടിയതാണ് ഗ്രാമർ ഏരിയയിലാണ്. വൊക്കാബ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഗ്രാമർ ഏരിയയിൽ. അപ്പോൾ ഗ്രാമറൊക്കെ എന്ത് ചെയ്യുക, അത്യാവശ്യം ഒന്ന് റെഡിയാക്കുക. അപ്പോൾ ഫ്രേസുകൾ, ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ട് സ്പീച്ച്, പാർട്സ് ഓഫ് സ്പീച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആ ഗ്രാമറൊക്കെ ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് റെഡിയാക്കി വെക്കുക ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ GK എന്ന് പറഞ്ഞാൽ GK ചോദിക്കുന്നതെല്ലാം ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് ഡീപ്പായിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം ഒരു UPSC പഠിക്കുന്ന പോലെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ GKയിൽ ഒരുപാട് സമയം, പല ആൾക്കാരും GK ആണ് ഇപ്പോൾ കൂടുതൽ ചോദിക്കുന്നതുകൊണ്ട് GKയിൽ ഒരുപാട് സമയം കളയാൻ, GK പഠിക്കണം വേണ്ടെന്നല്ല, പക്ഷേ ഒരുപാട് സമയം അതിൻ്റെ പിന്നാലെ കളയരുത്. കാരണം എപ്പോഴും നമ്മൾ GK ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് മാർക്ക് നമുക്ക് എവിടെ കിട്ടില്ല. GKയിൽ കിട്ടണമെന്നൊരു ഉറപ്പില്ല. പക്ഷേ ബാക്കി 3 നമുക്ക് കിട്ടും, ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് കിട്ടും. പക്ഷേ GK എന്തില്ല, നമ്മൾ പഠിച്ചതിന് പ്രൊപ്പോർഷണലായിട്ട് മാർക്ക് കിട്ടൂല. ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. പക്ഷേ നമ്മളൊരു ആവറേജ് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം പഠിക്കണം. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് പഠിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് ഒരുപാട് 75 70 75 കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ആ ഒരു ടൈപ്പ് ഓഫ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പഠിച്ച കാര്യം, നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് വീണ്ടും ഞാൻ ബാക്കി ടോപ്പിക്കെല്ലാം പറഞ്ഞ പോലെ തന്നെ റിവൈസ് ചെയ്യുക. പിന്നെ ഈ കറണ്ട് അഫയേഴ്സിലൊക്കെ ഇപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഈ പല കേന്ദ്ര ഗവൺമെന്റിന്റെ അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്കീംസ് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഫിലിംസിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എവിടെയും PDF കാര്യങ്ങൾ അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര്, കാര്യങ്ങൾ, എത്ര പൈസയാണ് അതിന് അലോക്കേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലത്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ 2025 CGLന്റെ CXLന്റെ പേപ്പറുകൾ ഒന്ന് നോക്കി പോവാം. കാരണം ഇതേപോലത്തെ ചോദ്യങ്ങൾ തൊട്ടടുത്ത പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ CGLന്റെ 2005 പേപ്പർ നോക്കിയപ്പോൾ ഞാൻ പണ്ട് TCS പാറ്റേണിൽ ചോദിച്ചു അതേ ചോദ്യം, ഒരു വാല്യൂ ഇല്ലാതെ മാത്സിൻ്റെ ചോദ്യമൊക്കെ ഞാൻ ഈ ഇതിൽ കണ്ടു. അപ്പോൾ നമുക്ക് GK ഒക്കെ അതുപോലെ വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറ്റുകയാണെങ്കിൽ ഈ GKന്റെ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക. അതേ ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. ഒരു 2 മാർക്ക് 4 മാർക്ക് മതി. പല ആളുകളും 0.15 മാർക്കിനും 0.3 മാർക്കിനൊക്കെ റാങ്ക് ലിസ്റ്റിന് ഔട്ട് ആകുമ്പോൾ ഒരു ക്വസ്റ്റൻ അങ്ങനെ നോക്കിയിട്ട് കിട്ടിയ ഒരു 4 മാർക്ക് എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, 3 ക്വസ്റ്റൻ ശരിയാവാനും പിന്നെ തെറ്റിയ ക്വസ്റ്റൻ ഇങ്ങോട്ട് ശരിയാകുമ്പോൾ 1 മാർക്കും, ടോട്ടൽ 4 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് റാങ്ക് നമുക്ക് മുന്നോട്ട് മാറും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് 1 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കറണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്യും. അല്ലാതെ വെറും ഇനിയിപ്പോൾ ആരും ഒരു കാര്യം എന്ത് ചെയ്യരുത്, ലൂസന്റിന്റെ ബുക്ക് അല്ലെങ്കിൽ അരഹിന്ദിന്റെ ബുക്ക് എടുത്തിട്ട് ഇനി അങ്ങോട്ടൊരു മാസം GK പഠിച്ചു കൊടുക്കാന്ന് വെച്ചാൽ അതാരും ചെയ്യരുത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഈ ഒരു 1 മന്ത് തികച്ചുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം 18 പരീക്ഷ, അപ്പോൾ 20-ാം തീയതി കഴിഞ്ഞു.
അപ്പോൾ 1 മന്ത് പോലും തികച്ചില്ല. അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നുമില്ല. നിങ്ങൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഒന്ന് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചൊരു ജോലി, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരനായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, അല്ല നിങ്ങൾ ഇപ്രാവശ്യം നിങ്ങൾ ഉള്ള ആകെ ഒരു 20-25 ദിവസത്തിൽ നിങ്ങൾ വീണ്ടും ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ടൂർ പോകാനും കറങ്ങാൻ പോകാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്രയും സമയം വേസ്റ്റ് ആവും, നിങ്ങൾ പിന്നെ കരയേണ്ടി വരും. ഇപ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വീട്ടിൽ പോവുക, ക്രിസ്മസിനൊക്കെ ഒന്ന് വീട്ടിൽ പോവുക, ആ ദിവസം ഒന്ന് നിൽക്കുക, പിറ്റേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തിലോട്ട് പോവുക. ന്യൂ ഇയറിനൊന്ന് വെറുതെ കറങ്ങാനും മറ്റൊന്നും പോയി സമയം കളയാതിരിക്കുക. എന്ത് ചെയ്യുക, ഉള്ള സമയം നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഈ ഒരു മാസം നന്നായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ആഘോഷങ്ങളൊക്കെ, അടുത്ത ഓണം ക്രിസ്മസും പെരുന്നാളൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാം. ഇപ്പൊ ഈ പരീക്ഷയുടെ ഇടയ്ക്ക് വെറുതെ ആഘോഷിക്കാനും മറ്റൊന്നും പോയിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. ഇവിടെ ഇത്രയാണ് ഓരോ ടോപ്പിക്കിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചത്. നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ഓൾറെഡി സ്ട്രാറ്റജിയിലും കാര്യങ്ങളും നല്ല നിലക്ക് പോകുന്നുണ്ടാവും. ഒറ്റ കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പ്രിലിംസിന്റെ ഒക്കെ സമയത്ത് വീഡിയോ പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് കൊളാക്കാതിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, വളരെ നല്ല രീതിയിൽ ടെൻഷൻ അടിക്കും. പല ആളുകളും വെറുതെ ടെൻഷൻ അടിക്കും. എന്തിനാന്ന് വെച്ചാൽ ഒന്നുമില്ല, പരീക്ഷ വന്നു ടെൻഷൻ. ഈ പരീക്ഷ വരുമ്പോഴേക്കും നമ്മൾ ടെൻഷൻ ആവുന്നതിനാ. പരീക്ഷ അടുക്കുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയുടെ ഡേറ്റ് വരുന്നതിന്റെ അല്ലെങ്കിൽ പരീക്ഷയുടെ തലേദിവസമൊക്കെ നമുക്കൊരു സ്വാഭാവികമാണ് ടെൻഷൻ വരും, കാരണം നാളെ പരീക്ഷ എന്നുള്ള ടെൻഷൻ. പക്ഷെ അടുത്ത മാസം പരീക്ഷ നടക്കുന്നതിന് ഇപ്പോഴേ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സ്വയം നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുക, വേണമെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ഒന്ന് ചെയ്യുക. ഞാൻ അത്രയും വലിയ ബുദ്ധിമുട്ടുകൾ പറ്റുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനൊക്കെ പോയി കാണുന്നത് നല്ലതായിരിക്കും. വെറുതെ ടെൻഷൻ അടിച്ച് മാത്രം പരീക്ഷ കൊളാക്കിയ ആളുകൾ എനിക്ക് നേരിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയും, നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ് വെറുതെ ടെൻഷൻ അടിച്ച് പരീക്ഷ എന്തുപോയി കൊളാക്കും. ചെറിയൊരു ടെൻഷൻ നല്ലതാണ്, പരീക്ഷയ്ക്ക് ഒരു ടെൻഷൻ ഉള്ളതൊക്കെ ഒരു കണക്കിന് പോസിറ്റീവാണ്. പക്ഷേ അത് ഓവറായി പോയി കഴിഞ്ഞാൽ, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ പഠിക്കാനുള്ളത് പഠിക്കുക, ബാക്കി റിസൾട്ടിൽ ബാക്കി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിക്കുക. പിന്നെ വീണ്ടും പറയുന്നു, ആർക്കെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് ഗൂഗിൾ ഫോമിൽ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓൺലൈൻ വേണ്ടവർ ഇപ്പം തന്നെ ആപ്പിൽ കയറിയിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. ഓഫ്ലൈൻ മതി, ഓഫ്ലൈൻ വേണ്ടവർക്ക് ജസ്റ്റ് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്ന കൺവീനിയൻറ്റ് ഡേറ്റിൽ നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, പിന്നെ വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വരാം, നമ്മൾ കോൺടാക്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരീക്ഷ നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത്രേ ഉള്ളൂ. 1 മന്ത് സ്ട്രാറ്റജി എന്ന് പറയാനല്ല, നിങ്ങൾ പഠിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് അറിയാം എങ്ങനെ പഠിക്കണം എന്നൊക്കെ. അത് തന്നെ ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊന്നും പറ്റുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഡെയിലി ഇനി അങ്ങോട്ട് ഡെയിലി 2 സെക്ഷൻ 1ഉം 2 ഫുൾ ടെസ്റ്റും പരമാവധി എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, ശരിയാണ്, ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ആ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരുപാട് 200 കണക്കിന്, ഇപ്പം നമ്മൾ പ്രീവിയസ് അച്ചീവേഴ്സ് നോക്കുക, നമ്മൾ ഇന്റർവ്യൂവിൽ എടുത്തും പറഞ്ഞ 200ന്റെ മുകളിൽ Tier 2 മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വെറും 5, 10, 20, 30 മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവർക്ക് 200 മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഒരുപാട്, അതൊക്കെ നടക്കാത്ത കാര്യമൊന്നുമല്ല. നിങ്ങൾ ഡെയിലി ചെയ്താൽ മതി. ഡെയിലി സെക്ഷനിൽ ചെയ്യുക, പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് നമുക്കത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട്. പിന്നെ ഞങ്ങളുടെ പരീക്ഷ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, റിയൽ മോക്ക് ടെസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയർ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ റിയൽ മോക്ക് ടെസ്റ്റ്, അതായത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ വെറുതെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒന്ന് ഇരിക്കുക. കാരണം നമുക്കറിയാം, നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷേൻ്റെ എക്സാമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പരീക്ഷ തുടങ്ങാൻ നടക്കില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി 1/2 മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കണം, എന്നിട്ടേ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ആ ഒരു എക്സാം അറ്റ്മോസ്ഫിയർ, പരീക്ഷ അടുത്ത് നിൽക്കുന്നത്, അറ്റ്ലീസ്റ്റ് ആ പരീക്ഷേൻ്റെ ലാസ്റ്റ് 1 വീക്കിലൊക്കെ ജസ്റ്റ് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. പരീക്ഷേൻ്റെ ടൈം കൃത്യം ആ ടൈമിന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുക. 1 മണിക്കൂർ കൃത്യമായിട്ട് ആ ഒരു സമയം തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെയെന്ന് വെച്ചാൽ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുമെങ്കിലും ഈ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വലിയ വ്യത്യാസങ്ങൾ നിങ്ങളുടെ മാർക്കിലും കാര്യങ്ങളും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിലൊക്കെ കൊണ്ടുവരാൻ എന്ത് ചെയ്യും, അത് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.